നീ നല്ലപോലെ സ്ക്രൂ കയറ്റി കൊടുക്കണം കേട്ടാ. മതിയായിട്ടടി, നീ വാ. ഇവിടെ ആവശ്യമില്ലാത്ത എന്തൊക്കെ കാര്യങ്ങൾക്കാ പൈസ കളയുന്നത്. കുറച്ച് ലോകവിവരം കിട്ടാൻ വേണ്ടി പറഞ്ഞത് ഇംഗ്ലീഷ് പത്രം വരുത്താൻ, അത് പറഞ്ഞതിനും ഭയങ്കര ആർഭാടം എന്തൊക്കെയാ നമ്മളെ പറഞ്ഞത്. ആ പോട്ടേടാ, നമ്മുടെ അമ്മ പാവല്ലേ, അമ്മയ്ക്ക് പൈസയൊന്നും ഇല്ലല്ലോ, അച്ഛമ്മേനെ പോലെയൊന്നും അല്ല. അച്ഛമ്മയ്ക്കാണെങ്കിൽ കൂട്ടാണ്ട് വേണ്ടി ഷോ കാണിക്കാം. 20,000 രൂപയുടെ കണ്ണാടി എന്തൊക്കെ വേണം, ഒരു പത്രം വരുത്താൻ പറഞ്ഞപ്പം അതിന് നിങ്ങൾ അച്ഛനോട് പറഞ്ഞോ ഇംഗ്ലീഷ് പത്രം ഇടുന്നത്? പറയുകയും ചെയ്തു, പറഞ്ഞ പോലെ തന്നെ മാട്ടം കേട്ട് തിരിച്ചു വരുകയും ചെയ്തു. പറഞ്ഞിട്ട് എന്താണ് പറഞ്ഞത്? അത് പറ. പറഞ്ഞിട്ട് പറഞ്ഞു ഇപ്പൊ സൗകര്യമില്ല അമ്മയ്ക്ക് ആ മോഹിനി ചേച്ചിയുടെ മുമ്പിൽ ഷോ കാണിക്കാനാ അല്ലേടി. ആ അതിന് വേണ്ടിട്ട് കാശൊന്നും ചെലവാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു? പിന്നല്ലാതെ. ഓ, നീ ഇങ്ങനെ പ്രതികരിക്കാട്ടുന്നോ മണകൂടാഞ്ചനായിട്ട്? എനിക്ക് അമ്മയുടെ സ്വഭാവമായി പോയില്ലേ, എനിക്കെല്ലാം മനസ്സിൽ വെച്ച് ഇങ്ങനെ വെന്തുരുകിയ ശീലമുള്ളൂ. എനിക്ക് അങ്ങനെ ആരോട് പറഞ്ഞ ശീലമൊന്നുമില്ല, അമ്മയ്ക്ക് അറിയാലോ. എന്നാ ഞാൻ പ്രതികരിക്കും. പ്രതികരിക്കണം അമ്മ, അമ്മ പ്രതികരിക്കണം. അമ്മ പ്രതികരിച്ചേ ഇറങ്ങുള്ളൂ. ശരി, അച്ഛമ്മയ്ക്ക് പൊങ്ങച്ചം കാണിക്കാം. കണ്ണാടി 20,000 രൂപ, അമ്മ കാണിച്ച അത് വലിയ ഷോ, അച്ഛമ്മ കാണിച്ച വലിയ അന്തസ്, അത് ചോദിക്കണല്ലോ. അമ്മ ഇപ്പൊ തന്നെ ചോദിക്കണം, ഇപ്പൊ തന്നെ ചോദിക്കണം. ഇത് ഞാൻ ചോദിച്ചിട്ടേ ഉള്ളൂ, ഞാൻ ചോദിച്ചിട്ടേ ഉള്ളൂ കാര്യം. എന്തൊക്കെയാ അച്ഛൻ പറഞ്ഞത്? നമ്മുടെ മാരേക്കുമല്ലേ മിക്കവാറും. എന്തൊരു സമാധാനം. എന്തൊരു ചിരി കേട്ടതിപ്പോ? ഞാനോട് തുടച്ചു വെക്കാൻ പറഞ്ഞു. തുടച്ചു വെക്കാൻ പറഞ്ഞു. അത് പ്ലേറ്റ് തുടക്കുന്ന തുണിയല്ലേ, ഇതെങ്ങനെ ടേബിൾ തുടച്ച നിങ്ങള്? ടേബിളിൽ ഞങ്ങളല്ല, അമ്മയാണ് ഇവിടെ പ്ലേറ്റ് വെച്ചപ്പോ ഇവിടെ വെള്ളമായത്. ഇങ്ങനെ പാവങ്ങളായി പോകുന്നതാണ് എല്ലാരും ഇങ്ങനെ തല. വേറെ എന്താ അച്ഛൻ പറഞ്ഞേ? വേറെ 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 കൃഷ്ണ എല്ലാം കേട്ടല്ലോ. കൃഷ്ണ പറഞ്ഞു കൊടുക്ക്. കൃഷ്ണ അമ്മയ്ക്ക് എന്താണ് ഇത്രയ്ക്ക് പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിട്ടുള്ളത്? ഇവിടെ എന്താണ് കുറവ്? പിന്നെ അപ്പൂപ്പനെ എപ്പോഴും എന്തോ പറഞ്ഞല്ലോ. എന്തോ പറഞ്ഞില്ലേ? എന്തോ പറഞ്ഞായിരുന്നു അപ്പൂപ്പനെ, എന്തോ പറഞ്ഞായിരുന്നു. എന്ത് പറഞ്ഞു? അപ്പൂപ്പനെ പോലെ തന്നെയെന്ന് അമ്മ. അത് പിന്നെ എന്റെ അച്ഛനെ പോലെ തന്നെയല്ലേ ഞാൻ ഉണ്ടാവുക. എന്തോ ഞാൻ ശ്രദ്ധിച്ചില്ല, കാരണം എനിക്ക് അതൊക്കെ കേൾക്കുമ്പോ ഞാൻ നീ ഇങ്ങനെ മൂക്കിൽ വെച്ച് നടന്നിട്ട് എന്നാ കാര്യടാ? എന്റെ അച്ഛനെ പറഞ്ഞു നീ കേട്ട് വന്ന് ഇവിടെ ഇരുന്നില്ലടാ. പിന്നെ എനിക്ക് എന്റെ അച്ഛനോട് ചൂടാൻ പറ്റുമോ? അമ്മ അങ്ങനെയാണോ വളർത്തി? അല്ലല്ലോ, അവനെ ചൂടായില്ല. ആവശ്യമുള്ളിടത്ത് ചൂടാകണം, അല്ലാണ്ട് എല്ലാം ഇങ്ങനെ കേട്ടിരിക്കാൻ പാടില്ല. 20,000 രൂപയുടെ കണ്ണട വെച്ചിട്ട് തള്ളൊക്കെ നടക്കാം അല്ലെ? മാസത്തിന് ഒരു 300-400 രൂപേന്റെ പത്രം വരുത്തിച്ചൂടെ പോലും. അമ്മ പോയി പ്രതികരിക്കമ്മ. ഇന്ന് അയാളെ പുറം പൊളിഞ്ഞിട്ടേ ഉള്ളു കാര്യം. നീ കണ്ടോ? നിലവിളി വരും കേൾക്കുമ്പോ വരണം കേട്ടാ. എന്തിന് അമ്മ പുറം പൊളിക്ക്. ഇത് വെച്ചിട്ട് തലക്കടിച്ചാലടാ. വേണ്ട വേണ്ട വേണ്ട, അത് വേണ്ട, അത് വേണ്ട. ഒരച്ഛനേ ഉള്ളൂ. ഞാൻ ഓർത്ത് കയ്യിൽ നിന്ന് പോയി. പോയാ നോക്ക്, പോയാ നോക്ക്. എന്റെ പൊന്നി. എന്ത്? അല്ല, നിങ്ങളെ അമ്മയ്ക്ക് എന്തോ ആവാ, ഞാൻ എന്തെങ്കിലും കാണിച്ചാ പൊങ്ങച്ചം. എൻ്റെ അമ്മയ്ക്ക് എന്തും കാണിക്കാനുള്ള ആളുണ്ട്, നല്ല കാശുണ്ട് കയ്യിൽ. അത് അച്ഛൻ സമ്പാദിച്ചു കൊടുത്തതുകൊണ്ടായിരിക്കൂലേ? അതുപോലെ നിങ്ങൾ സമ്പാദിക്കണം, അപ്പൊ എനിക്കും പൊങ്ങച്ചം കാണിക്കാലോ. ഒരു പണി ചെയ്യ്, നീ കുറച്ച് കാശ് ഇങ്ങോട്ട് ബിസിനസ് ചെയ്യാൻ, അപ്പം ഞാനും പണക്കാരനായി കാണിച്ചു തരാം. അങ്ങനെ ഞാൻ കാശ് തന്നിട്ട് നിങ്ങൾ പണക്കാരനാവണ്ട. എന്നാ പിന്നെ ഇങ്ങോട്ട് കുറ്റം പറഞ്ഞുകൊണ്ട് വരികയും വേണ്ട. പിന്നെ ഞാൻ ആരോടെ പറയേണ്ടത്? നീ പോയി നിന്റെ കാലൻ കലാധരനെ കുറ്റം പറയടി. എന്റെ അച്ഛനോട് പറയുന്നതിൽ നല്ല ഇവിടുത്തെ അച്ഛനെ പറയുന്നതാ. എന്തുവാ? എന്റെ അച്ഛനെ പറയുന്നതിൽ നല്ലത് നിങ്ങൾ അച്ഛനെ തന്നെ പറയുന്നതാന്ന്. ഒന്ന് പറഞ്ഞു നോക്കടി, പല്ലടിച്ചാൽ താഴെ ഇടും. പല്ലടിച്ച് പൊട്ടിക്കാൻ നിങ്ങളാരാ? ദന്ത ഡോക്ടറോ? ദന്ത ഡോക്ടറൊന്നും അല്ല മോളെ, മാനസികരോ ഡോക്ടർ. നിന്റെ മാനസികരോ ഞാനിന്ന് നിർത്തി തരാവടി. അയ്യോ എന്റെ അമ്മ, എന്തിനാ അമ്മ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എടാ, എന്റെ ഈ കണ്ണടയുടെ
ഓ ഇതെങ്ങനെയാ തുറക്കുന്ന ഈ തുറക്കാനുമല്ലോ ഇങ്ങോട്ട് വാ. മേടിച്ചു ഇതിന്റെ ഈ കണ്ണടയുടെ കാലം കൊണ്ട് ഇളകി കിടക്കുന്ന എന്താന്ന് എനിക്കറിയില്ല. ആ കണ്ണടയുടെ കാലെല്ലാമ ഇളകൊല്ലം ചെയ്യും. നിങ്ങൾക്ക് ഇളക്കം കൂടുതൽ. അമ്മ ഇത് ഇളക്കമൊന്നുമല്ല, ഇത് ന്യൂജൻ കണ്ണടയാണിത്. ഇതിന്റെ ഫ്ലെക്സിബിലിറ്റി ഇത്. പെൺസിബിലിറ്റി ആയ അതുകൊണ്ടാണ് കുഴപ്പം, അല്ല ഇളക്കൊന്നുമില്ല. ഒരു കുഴപ്പമില്ലെന്നേ. നാളെ മുതൽ ഇവിടെ ഇംഗ്ലീഷ് പത്രം ഇടണം.